ഹായ് ഫ്രണ്ട്സ്, കിച്ചണിലൊക്കെ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മിനി ചോപ്പറിൻ്റെ അൺബോക്സിങ് വീഡിയോയും അതിൻ്റെ കൂടെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ സലാഡിൻ്റെ റെസിപ്പിയും കൂടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായി നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്, മോളിനെറ്റി എസെൻഷ്യൽ മിനി ചോപ്പർ എന്നാണ് ഇതിൻ്റെ പേര്. ഈ ചോപ്പർ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് മിൻസ് ചെയ്യാനും ചോപ്പ് ചെയ്യാനും മിക്സ് ചെയ്യാനും പറ്റും. ഇതിൻ്റെ പവർ വരുന്നത് 300 വാട്ടാണ്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ പ്രൊഡക്റ്റിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നെ ബോക്സുമ്പോൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ അകത്ത് ഇതുപോലൊരു പേപ്പർ ഉണ്ട്, അതിലും കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് ഈ ചോപ്പറിനെ കുറിച്ച് പറയാനാണെങ്കിൽ 4 ബ്ലേഡാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതുപോലെ തന്നെ 400 ml ആണ് ഇതിൽ ജാറിൻ്റെ കപ്പാസിറ്റി വരുന്നത്. മാത്രമല്ല സേഫ്റ്റിക്ക് വേണ്ടി ഇതിൻ്റെ മുകളിൽ ഒരു ലിഡും കൂടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലൊന്ന് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് നോക്കാം. ഞാനൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സലാഡാണ് ഉണ്ടാക്കുന്നത്. സലാഡ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യം എടുക്കുന്നത് ക്യാരറ്റാണ്. ഒരു പകുതി ക്യാരറ്റാണ് ഞാനിവിടെ എടുക്കുന്നത്. അത് വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്ത് വെക്കാം. അതായത് ഒരു കുക്കുംബർ എടുക്കാം, ഒരു ഹാഫ് ഒണിയൻ എടുക്കാം, ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം, ഞാനിവിടെ ചെറിയൊരു പീസ് ഓറഞ്ച് കളർ, അതുപോലെ തന്നെ റെഡ് കളർ ക്യാപ്സിക്കമാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ഈ സലാഡിന് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് സമയമെടുക്കും, പക്ഷേ ഇത് വെച്ച് ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ കട്ട് ചെയ്യാൻ ആവശ്യമുള്ള വെജിറ്റബിൾസ് എല്ലാം ഇതിലിട്ട് കൊടുത്തതിന് ശേഷം ഈ ലിഡ് വെച്ച് അടച്ച് നമ്മൾക്ക് എത്രത്തോളം വെജിറ്റബിൾസിൻ്റെ സൈസ് കുറയ്ക്കണം അതിനനുസരിച്ച് മുകളിലുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 3 പ്രാവശ്യം പ്രസ് ചെയ്ത് വിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ തന്നെ ഈ ഒരു സൈസിൽ വെജിറ്റബിൾസ് കട്ടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഈ സലാഡിക്ക് വേണ്ടി ഞാൻ 2-3 ചെറിയ ടൊമാറ്റോ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ സാധാരണ ടൊമാറ്റോ ആണെങ്കിൽ അതും ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി ചെറിയ പീസ് ലെറ്റ്യൂസ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അല്പം ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സലാഡിലേക്ക് 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ സലാഡ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇതിൽ പനീറും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സുകൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്